ഇന്നലെ രാത്രിയാണ് വിദേശ മന്ത്രാലയത്തിന്റെ പ്രതികരണം വന്നത്. കഴിഞ്ഞ ദിവസങ്ങളായി ഒരു അഭ്യൂഹം പരന്നിരുന്നു. അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി റഷ്യയിൽ നിന്ന് ക്രൂഡ് വാങ്ങുന്നത് ഇന്ത്യ നിർത്തുമെന്ന്. പക്ഷേ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയിൽ ഇപ്പോൾ ഇന്ത്യ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. ട്രംപിനുള്ള മറുപടിയാണ് വിദേശ മന്ത്രാലയം ഇന്നലെ നൽകിയിരിക്കുന്നത്. ഇറക്കുമതി നിർത്തണമെന്ന് ട്രംപിന്റെ ആവശ്യം ഇന്ത്യ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഇതിന് കാരണവും ഇന്ത്യ അക്കമിട്ട് നിരത്തിയിട്ടുണ്ട്. ഇന്ത്യക്ക് 25% ഇറക്കുമതി തീരുവയാണ് ഈ മാസം 7 മുതൽ ചുമത്തുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതിന് കാരണം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതാണ്. റഷ്യൻ എണ്ണ വാങ്ങിയാൽ പിഴച്ചുങ്കവും ഏർപ്പെടുത്തുമെന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. അത് എത്രയാണെന്ന് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. എന്നാൽ റഷ്യയുടെ എണ്ണ വാങ്ങരുതെന്ന് പറയുന്നത് ഇരട്ടത്താപ്പാണെന്നാണ് ഇന്ത്യയുടെ നിലപാട്. ഇന്ത്യയോട് നിർദ്ദേശിക്കുന്നവർ അത് അമേരിക്കയാണെങ്കിലും യൂറോപ്യൻ യൂണിയൻ ആണെങ്കിലും റഷ്യയോട് വ്യാപാര ഇടപാട് നടത്തുന്നുണ്ട്. എന്തൊക്കെയാണ് ആ വ്യാപാര ഇടപാടുകൾ എന്ന കാര്യവും വിദേശ മന്ത്രാലയം പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ എണ്ണി പറയുകയാണ്. അങ്ങനെ എണ്ണ ഇറക്കുമതി നിർത്തണമെന്ന ട്രംപിന്റെ ആവശ്യം ഇന്ത്യ തള്ളിയിരിക്കുകയാണ്. ഇന്ത്യയെ മാത്രം ലക്ഷ്യമിട്ടുള്ള നിലപാടാണ് ഇതെന്നാണ് വിദേശ മന്ത്രാലയത്തിന്റെ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. ഇന്ത്യ അമേരിക്ക ബന്ധം ഇനി എങ്ങോട്ടാണ്? അതുപോലെ തന്നെ പിഴച്ചുങ്കം വന്നാൽ അത് എങ്ങനെയായിരിക്കും ഇന്ത്യ നേരിടാൻ പോകുന്നത്? ശ്രീ MS വേണുഗോപാൽ, താങ്കളുടെ വിലയിരുത്തൽ എങ്ങനെയാണ്? എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലെ അഭ്യൂഹത്തിന് വിരാമം ഇട്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ചില സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഇന്ത്യ നിർത്തി, ഇനി അങ്ങോട്ട് ഉണ്ടാവുകയില്ല എന്നൊക്കെ. പക്ഷേ അതിനെല്ലാം വിരാമമിടുകയാണല്ലോ വിദേശ മന്ത്രാലയത്തിൻ്റെ വാർത്താക്കുറിപ്പ്. പക്ഷേ ഇനി അമേരിക്ക ഇതിനെ ഏത് രീതിയിലാണ് കാണുന്നത് എന്നാണല്ലോ. അമേരിക്ക ഈ മാസം 7 മുതലാണല്ലോ ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി തീരുവ 25% പോകുന്നത്. ഒപ്പം പിഴച്ചുങ്കവും. എന്തായിരിക്കും ഇതിൻ്റെ പരിണിത ഫലം? ട്രംപിന് ഹാലിളകി എന്നാണ് US തന്നെ പലരും ഇപ്പോൾ പറയുന്നത്. കാരണം ഒരു ട്രേഡ് വാർ വഴി ലോകരാഷ്ട്രങ്ങളെ മിക്കവാറും എല്ലാവരെയും പിണക്കി കഴിഞ്ഞിട്ടുണ്ട്. അതിന് പുറമെ 2 പ്രധാന പാർട്ട്നേഴ്സ് എന്ന് പറയാവുന്ന, ഒന്ന് ട്രംപിൻ്റെ വിജയത്തിന് കാരണമാക്കിയ ഇലോൺ മസ്ക്, 2 ട്രംപിനെ കൈയഴിഞ്ഞ് സപ്പോർട്ട് ചെയ്തിരുന്ന ഇന്ത്യ. ഈ 2 പേരെയും പിണക്കിയത് ഒരിക്കലും അദ്ദേഹത്തിന് ഗുണം ചെയ്യില്ല, ട്രംപിന് ഗുണം ചെയ്യില്ല എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് USA ബന്ധവും ട്രേഡും നഷ്ടപ്പെടുന്നത് വലിയൊരു നികത്താനാവാത്ത വിടവ് തന്നെയാണ്. പക്ഷേ ഇന്ത്യ അതിന് ഒരുപാട് മാർഗങ്ങൾ ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ത്യ ലാറ്റിൻ അമേരിക്കൻ രാഷ്ട്രങ്ങളിൽ അതുപോലെ ബന്ധങ്ങൾ സ്ഥാപിച്ച് നമ്മൾ ട്രേഡിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ആഫ്രിക്കൻ രാജ്യങ്ങൾ, ഫാർ ഈസ്റ്റ്, മിഡിൽ ഈസ്റ്റ് തുടങ്ങിയ രാഷ്ട്രങ്ങളിലെല്ലാം നമുക്ക് ബന്ധങ്ങൾ ശക്തമായി കഴിഞ്ഞു. ഇതിന് പുറമെ റഷ്യയുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് ചില്ലറ ഒരു ബന്ധമല്ല. കാരണം നമുക്ക് വേറെ എവിടുന്ന് എണ്ണ സമ്പാദിക്കുന്നതിനേക്കാൾ വില കുറച്ച് റഷ്യയിൽ നിന്ന് കിട്ടുമെന്ന് മാത്രമല്ല, നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് സംസ്കരിച്ച് മറ്റ് രാഷ്ട്രങ്ങൾക്ക് വിൽക്കാനുള്ള സൗകര്യം വരെ ലഭിക്കും എന്നുള്ളത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, റഷ്യയെ പോലെ ഇപ്പോഴും ആയുധങ്ങളിലും സ്പേസ് കാര്യങ്ങളിലും AI-യിലും ഒക്കെ മികവുള്ള ഒരു രാഷ്ട്രം ഇപ്പോഴും വേറെ ഇല്ല എന്നുള്ളതാണ് സത്യം. അണുബോംബ് തന്നെ ഏതാണ്ട് 6000, ലോകത്തെ മൊത്തം അണുബോംബുകളുടെ പകുതി കൂടുതൽ അവരുടെ കയ്യിൽ ഇരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ലോകശക്തി ഇപ്പോഴും റഷ്യ തന്നെയാണ്. കാരണം റഷ്യ ആയതുകൊണ്ടല്ല, ബോറിസ് എൽസിൻ്റെ പീരീഡിൽ അവർ USSRലെ ചെറിയ രാഷ്ട്രങ്ങളിൽ നിന്നൊക്കെ അണുവായുധങ്ങൾ, മറ്റായുധങ്ങൾ, ടെക്നോളജികൾ എല്ലാം വാങ്ങിച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ ഞങ്ങൾ തന്നോളാമെന്ന് പറഞ്ഞ് ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ റഷ്യ ഇപ്പോഴും ഒരു കൊച്ചു പവറല്ല. അത് അമേരിക്കയ്ക്ക് നല്ലപോലെ അറിയാം. പക്ഷേ നാറ്റോയെ വെച്ചിട്ട് അവർ മാക്സിമം വീക്കൻ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ അമേരിക്ക എടുത്തിരിക്കുന്ന നയം. അതിന് ഇന്ത്യയെ കൂടെ കരുവാക്കുകയാണ്. ഇലോൺ മസ്ക് പറയുന്നത് ട്രംപ് കാണിച്ച ഏറ്റവും വലിയ വിഡ്ഢിത്തരം ഇന്ത്യയെ പിണക്കുക എന്നുള്ളതാണ്. പാകിസ്ഥാനെ കൂട്ടുപിടിച്ചിട്ട് ഇന്ത്യയെ പിണക്കുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വഴുതനങ്ങ കൊടുത്ത് ചുണ്ടയ്ക്ക വാങ്ങിക്കുന്നത് പോലെയാണ്. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം എന്ത് മണ്ടത്തരം കാണിക്കാനും അദ്ദേഹം മടിക്കില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാക്കുന്നത്. ശരി, ഇപ്പോൾ ശ്രീ PJ വിൻസെന്റ് ഇപ്പോൾ ആ സ്റ്റേറ്റ്മെന്റിൽ തന്നെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. അത് അമേരിക്കയ്ക്കും യൂറോപ്യൻ യൂണിയനുമുള്ള മറുപടി എന്ന രീതിയിലാണ് ഇന്ത്യ പറയുന്നത്. അതിൽ കൃത്യമായിട്ട് പറയുന്നു, യൂറോപ്യൻ യൂണിയനും റഷ്യയുമായിട്ട് വ്യാപാര ഇടപാടുകളുണ്ട്, അതുപോലെ തന്നെ അമേരിക്കയ്ക്കുമുണ്ട്. അത് ഈ ന്യൂക്ലിയർ വ്യവസായത്തിലാണല്ലോ. അതിൽ ചില അസംസ്കൃത വസ്തുക്കൾ വാങ്ങുന്നതിന് വേണ്ടി അമേരിക്ക റഷ്യയെ ആശ്രയിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ഈ യുക്രൈൻ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് അതിനെ മാത്രം എന്തുകൊണ്ട് എതിർക്കുന്നു? അതായത് ഇന്ത്യയെ മാത്രം ലക്ഷ്യമിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റാണ് വന്നിരിക്കുന്നത്
അമേരിക്കയിൽ നിന്ന് ട്രംപിന്റെ സോഷ്യലിലാണല്ലോ ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്ത്യ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി നിർത്തണം, അതല്ല എങ്കിൽ പിഴച്ചുങ്കവും വരികയാണ്. അതുമാത്രമല്ല 25% ഇറക്കുമതി താരിഫ്, അതൊക്കെ എങ്ങനെ ബാധിക്കുമെന്ന കാര്യത്തിൽ ആശങ്ക ഇപ്പോഴും നിലനിൽക്കുകയാണ്. പക്ഷേ ഈ വിദേശ മന്ത്രാലയത്തിന്റെ ഈ സ്റ്റേറ്റ്മെന്റിനെ 6 പോയിന്റുകൾ കൃത്യമായിട്ട് ഇന്ത്യ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതിൽ ഇതിനു മുൻപുള്ള അവസ്ഥയും റഷ്യയുമായിട്ട് മുൻപ് നടത്തിയിരിക്കുന്ന വ്യാപാരത്തെ പറ്റിയും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യാപാരത്തെ പറ്റിയും അത് ഇന്ത്യ മാത്രമല്ല അമേരിക്കയും യൂറോപ്യൻ യൂണിയനും വ്യക്തമാക്കുന്നതാണ്. താങ്കൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ഇന്ത്യയുടെ സ്റ്റാൻഡിനെ താങ്കൾ എങ്ങനെ കാണുന്നു? ഇത് ഒരുപക്ഷെ ഇന്ത്യക്ക് ദോഷകരമായി ഭവിക്കുന്ന കാര്യങ്ങൾ വന്നേക്കാം, പക്ഷേ രാജ്യ താല്പര്യം ഇത് തന്നെയല്ലേ? തീർച്ചയായിട്ടും അതെ. ഇന്ത്യ ഇക്കാര്യത്തിൽ എടുത്തിട്ടുള്ള സുവ്യക്തമായ നിലപാട് 2022 ഫെബ്രുവരി 14 റഷ്യ സമ്പൂർണമായ ആക്രമണം ഉക്രൈനിൽ നടത്തിയതിനെ തുടർന്ന് പാശ്ചാത്യ ശക്തികളും അമേരിക്കയും റഷ്യയുടെ മേലെ പ്രത്യേകിച്ച് എണ്ണ പ്രകൃതിവാതക സപ്ലൈ അതിന്റെ വിതരണത്തിന്റെ മേഖലയിൽ സമ്പൂർണമായ ഉപരോധം ഏർപ്പെടുത്തുകയുണ്ടായി. പക്ഷെ ആ ഘട്ടത്തിലും യൂറോപ്യൻ രാജ്യങ്ങൾ റഷ്യയുടെ പ്രകൃതിവാതം വാങ്ങിക്കുകയുണ്ടായി, റഷ്യയുടെ എണ്ണയും വാങ്ങിക്കുകയുണ്ടായി. അപ്പോഴാണ് ഇന്ത്യ ഇത് വാങ്ങിക്കുന്നത് ചില സാങ്കേതിക പ്രശ്നമുണ്ട്. ശ്രീ റോണി കെ ബേബി, എങ്ങനെയാണ് കോൺഗ്രസ് ഇതിനെ കാണുന്നത്? ഈ മോദിയും ട്രംപും തമ്മിലുള്ള ബന്ധം അത് രാജ്യ താല്പര്യം പോലും മാറ്റിവെച്ചുകൊണ്ട് അങ്ങനെയുള്ള ഒരു ബന്ധം സ്ഥാപിക്കുന്നു എന്നൊക്കെ. വിൻസെന്റ്, താങ്കളിലേക്ക് വരാം. ചില സാങ്കേതിക പ്രശ്നമുണ്ട്. ശ്രീ റോണി കെ ബേബി, നിങ്ങൾക്ക് ഇപ്പോൾ ഇന്ത്യ എടുത്ത നിലപാടിനെ, കോൺഗ്രസിന് ഇന്ത്യ എടുത്ത നിലപാടിനെ അംഗീകരിക്കാനാണോ പറ്റുന്നത്, അതോ അത് ശരിയായില്ല എന്നാണോ? ഇവിടെ ഇറക്കുമതി താരിഫ് 25% ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിൽ ഉണ്ടാകാൻ പോവുകയാണ്. അതൊരു പക്ഷേ ഇല്ലേ, അത് ബുദ്ധിമുട്ടുണ്ടാക്കിയേക്കാം ഈ ഇന്ത്യക്ക്. പക്ഷേ അതും കൂസാതെ റഷ്യയിൽ നിന്ന് എന്തായാലും എണ്ണ ഇറക്കുമതി ചെയ്യും ഇന്ത്യ, അതിന് അമേരിക്കയുടെ ഭീഷണി വേണ്ട, അങ്ങനെ ഒരു നിലപാടെടുത്തിരിക്കുകയാണ്. എങ്ങനെ കാണുന്നു കോൺഗ്രസ് ഇതിനെ? മുൻപ് പലതവണ, പ്രത്യേകിച്ചും ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റായി വന്നതിന് ശേഷം പലതവണ അമേരിക്കയ്ക്ക് മുൻപിൽ കീഴടങ്ങുന്ന ഒരു ഇന്ത്യയാണ് നമ്മൾ കണ്ടത്. അന്നൊന്നും നാഷണൽ ഇൻട്രസ്റ്റ് എന്നോ ദേശീയ താല്പര്യമെന്നോ രാജ്യ താല്പര്യമെന്നോ ഒരു നരേറ്റീവ് ഉണ്ടാക്കി BJP ഗവൺമെന്റ് അമേരിക്കയുടെ മുമ്പിൽ കീഴടങ്ങുന്നതിനെയോ അല്ലെ അമേരിക്ക ഇങ്ങോട്ട് പറയുന്ന അഭിപ്രായത്തിന് തിരിച്ചു മറുപടി പറയാൻ വേണ്ടി മടിച്ചു നിന്നിരുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. ഇവിടേക്ക് നമ്മുടെ ആളുകളെ നാട് കടത്തി വിട്ടപ്പോൾ, ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് വിസ നിഷേധിച്ചപ്പോൾ, അതുപോലെ തന്നെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഓപ്പറേഷൻ സിന്ദൂരുമായി ബന്ധപ്പെട്ട മധ്യസ്ഥ ചർച്ച വഹിച്ചു എന്ന് 32 തവണ ഈ ട്രംപ് പറഞ്ഞപ്പോഴൊന്നും ഈ നാഷണൽ ഇൻട്രസ്റ്റിന്റെ പേരിലുള്ള ഒരു പ്രതികരണം ഒന്നും നമ്മൾ കണ്ടില്ല. ഇപ്പോഴിതാ റഷ്യയിൽ നിന്നും പെട്രോളിയം ഇറക്കുമതി ചെയ്യുന്നതിനെതിരെ അമേരിക്ക ഭീഷണി മുടക്കിയപ്പോൾ നമ്മൾ പറയുകയാണ് നാഷണൽ ഇൻട്രസ്റ്റിന്റെ പേരിൽ, രാജ്യ താല്പര്യത്തിന്റെ പേരിൽ നമ്മൾ അമേരിക്കയുടെ ശാസനയെ നമ്മൾ അവഗണിക്കുന്നു. നമ്മൾ തുടർന്നും റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങും. പക്ഷെ ഇതിന്റെ അകത്ത് ഞാൻ കാണുന്നത് കോൺഗ്രസ് പാർട്ടി